മൈ അങ്ങാടി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ അങ്ങാടി. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഈങ്ങാപ്പ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇത് ഞാനിപ്പോൾ രാവിലെ വന്നതാണ്. രാവിലെ ഏകദേശം ഒരു 6:30 6:45 ടൈമായിട്ടുണ്ട്. ഇവിടുത്തെ രാവിലത്തെ ഓരോ കാഴ്ചകൾ കാണാം. പിന്നെ ഇതാണ് ഈങ്ങാപ്പയിലെ ബസ് സ്റ്റാൻഡ്. ഇവിടെ വെച്ചിട്ടാണ് എല്ലാ ശനിയാഴ്ചയും ചന്ത നടക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഈ അങ്ങാടിയിൽ എല്ലാ സാധനങ്ങളും, എല്ലാ വിഭവങ്ങളും എല്ലാതും ഉണ്ട്. ഇവിടെ ഏകദേശം തന്നെ ബീഫ് സ്റ്റാള് ഒരു 7-8 എണ്ണം തന്നെ ഉണ്ട്. ഒരു നാട്ടിലും എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, എല്ലാ ദിവസവും ഇത് ഓപ്പണാണ് ബീഫ് സ്റ്റാൾ. കാരണം അത്രയും ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാണ് ഇവിടുത്തെ ബീഫ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ സ്റ്റാൾ എന്ന് പറഞ്ഞത് 8-9 ഷോപ്പുകളുണ്ട്. അങ്ങനെ ഓരോരോ ഷോപ്പാണ് 8-10 ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഈ കാണുന്ന റൂട്ടാണ് കോടഞ്ചേരി റൂട്ട് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ബീഫ് സ്റ്റാൾ നിരത്തിയാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ എല്ലായിടത്തും പോലെ അധികം വിലകളൊന്നുമില്ല. ഒരു മീഡിയം വില തന്നെയാണ് ഉള്ളത്. ഞാൻ കുറേ പേരോട് ചോദിച്ചപ്പോഴൊക്കെ എല്ലാവരും 400-450 ആണ് പറഞ്ഞത്. ഇവിടെ 300-340 അങ്ങനെ റേറ്റിലാണ് ബീഫും എല്ലാ ചുരുക്കം സാധനത്തിന് ഒരുവിധ വില കുറവാക്കാണ് ഇവിടെ ഉണ്ടാവലുണ്ടാവും. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് ബീഫ് വാങ്ങുന്ന സ്ഥലമാണ്. നല്ല ഇറച്ചിയാണ്. ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ടുള്ള ബീഫ് വാങ്ങുന്നത്. അപ്പോൾ മന്തിക്കായാലും ബിരിയാണിക്കായാലും എല്ലാത്തിനും ബീഫ് സ്റ്റാളത്. പിന്നെ ഇതാണ് നമ്മുടെ പച്ചക്കറിപ്പീടിക. പച്ചക്കറിപ്പീടിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു 10-12-14 അങ്ങനെ കുറേ നീളും. ഇതിൻ്റെ കൂടെ ശനിയാഴ്ച ചന്തകളുണ്ടാവും. എല്ലാം കൊണ്ട് അടിപൊളിയാണ് ഇവിടെ. അപ്പോൾ ഈങ്ങാപ്പയിലെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത്. ആ കാണുന്ന പെട്രോൾ പമ്പാണ് ഈങ്ങാപ്പയിൽ ഫസ്റ്റ് വന്ന പെട്രോൾ പമ്പ്. ഇവിടെ തന്നെ ഇതാണ് ഇവിടെ ഏറ്റവും വലിയ മന്തി ഷോപ്പ് നെഹദി എന്ന് പറഞ്ഞിട്ട്. നല്ല അടിപൊളി ഭക്ഷണമാണ്. നമ്മൾ അങ്ങാടിയിൽ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഷോപ്പുകളും ഉണ്ട്. അപ്പോൾ ചപ്പാത്തി കമ്പനി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് വയനാട് റൂട്ടാട്ടോ. വയനാട്ടിലേക്ക് പോകുന്ന റൂട്ടാണ്. ഈങ്ങാപ്പ ടച്ച് ചെയ്യാണ്ട് വയനാട് എടുക്കാൻ പറ്റില്ല. ഈ റൂട്ടിലാണ് നമ്മൾ സിറ്റി, പിന്നെ ഉടങ്ങാക്കാട് മക്കാം, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് വൈറ്റ് ഹൗസ്, അതൊക്കെ ഈ റൂട്ടിലൂടെയാണ്, ഈങ്ങാപ്പ റൂട്ടിലൂടെയാണ്. ഇതാണ് ഈങ്ങാപ്പയുടെ 2ാമത്തെ പെട്രോൾ പമ്പ്.
ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതാണ് കാക്കവേലി റൂട്ട്. ഇങ്ങാപ്പുറത്തെ കാക്കവേലി റൂട്ട് ഒരു ടൂറിസ്റ്റ് മേഖലയൊക്കെ ഉള്ള ഭാഗമാണ് ഈ റൂട്ട്. കണ്ടില്ലേ, സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ കാണുന്നത് തന്നെ ഇങ്ങാപ്പയിലെ മൂന്നാമത്തെ ഒരു ജിമ്മാണ്. ഇങ്ങാപ്പ എന്ന് പറയുന്നത് വലിയൊരു അങ്ങാടിയല്ല, എന്നാലും ചെറുതുമല്ല. എന്നാലും ഇവിടെ കിട്ടാവുന്നതെല്ലാം കിട്ടുകയും ചെയ്യും. ഇതാണ് MJM സ്കൂള്, ഇങ്ങാപ്പയിലെ ഹയർ സെക്കൻഡറി സ്കൂള്. നമ്മൾ പഠിച്ച സ്കൂളാണത്. ഈ റൂട്ടിൽ കൂടെ പോയ കാക്കവേലി ഇക്കോ ടൂറിസം ഇവിടാണുള്ളത്. ഇനി നമുക്ക് ഇങ്ങാപ്പ രാത്രി കാഴ്ചകളൊന്ന് കണ്ടാലോ? അതോ, ഇവിടെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് മറ്റേ അധികം ഷോപ്പുകളൊന്നും ഓപ്പൺ ആവാത്തതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. പൊതുവേ ഞായറാഴ്ച എല്ലാവർക്കും അവധിയാണല്ലോ. ചില കടകൾ തുറന്നു വെച്ചിട്ടുണ്ട്, ഈ ഫുഡ് ഐറ്റംസ് ഉള്ള കടകളും അങ്ങനെയുള്ളത്. നല്ല രാത്രി അങ്ങാടികൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ഓട്ടോ സ്റ്റാൻഡ്, ഇങ്ങാപ്പുള്ള ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ബേക്കറി ആയാലും ഫിഷ് ആയാലും പച്ചക്കറി പീടികകളായാലും എല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ വോയിസിലും എല്ലാത്തിലൊക്കെ ഒരു ചെറിയ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടാവും, അത് ക്ഷമിക്കണം എന്നാണ് പറയുന്നത്.
ഈ അങ്ങാടി വ്ളോഗ്സ് തുടങ്ങിയത് തന്നെ വേറൊന്നുണ്ടല്ലോ, നമ്മളെ ഓരോ അങ്ങാടികളെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ചരിത്രം അല്ലെങ്കിലും അത് ഇന്നിപ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ അങ്ങാടിനെ കുറിച്ച് എന്തെങ്കിലും കാണിക്കണമെങ്കിലും പറയണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുന്നതിൽ ഒരാളെ ഞാൻ എടുത്ത് അവരെ അങ്ങാടിയിൽ വന്നിട്ട് അവർക്കൊരു എന്താ പറയുക, നല്ലൊരു ഗിഫ്റ്റ് ഞാൻ നൽകുന്നതായിരിക്കും. അവരെന്താണോ പറയുന്നത് അത് വാങ്ങിക്കൊടുക്കും. അവർ വിളിച്ച സ്ഥലത്ത് വന്ന് അവരുടെ അങ്ങാടിയിൽ വന്നിട്ട് ആ അങ്ങാടിയെക്കുറിച്ച് ഷൂട്ട് ചെയ്തിട്ട് ശേഷം അവർക്ക് ഒരു സന്തോഷമായിട്ട് എന്തായാലും ഒരു ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. അവർ പറയുന്നത് എന്താണോ അത് ഗിഫ്റ്റായിട്ട് നൽകും. രാത്രിയിലെ അങ്ങാടികൾ കാണാൻ വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നല്ലോണം സപ്പോർട്ട് ചെയ്യണം. കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി വീഡിയോകൾ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇതാ ഇവിടെ നിൽക്കുകയാണ്. ഈ ആപ്പിൻ്റെ കാഴ്ചകൾ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരുപാട് അങ്ങാടികളും കാഴ്ചകളായിട്ട് വീണ്ടും ഞാൻ കാണാം. താങ്ക്സ്, നന്ദി.